സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയുമായി ആശാപ്രവർത്തകർ. പൊങ്കാല ആരോഗ്യമന്ത്രിയുടെ മനസ്സലിവിന് വേണ്ടിയെന്ന ആശമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും പിന്തുണയുമായി സമരപ്പന്തലിലെത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയ പൊങ്കാല കിറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആശമാരുടെ പൊങ്കാല പ്രതിഷേധം. മുപ്പത്തിരണ്ട് ദിനരാത്രങ്ങൾ നീണ്ട കഷ്ടപ്പാടിനൊടുവിലത്തെ പൊങ്കാല സമരത്തിൽ ഒറ്റ പ്രാർത്ഥന. ആശമാരെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ആരോഗ്യമന്ത്രി കണ്ണു തുറക്കണം. ഏറ്റവും കൂടുതൽ വ്രതശുദ്ധിയോടുകൂടി പൊങ്കാല ഇടുന്ന ആരെന്ന് കേട്ട സെക്രട്ടറിയുടെ നടൽ ആശമാരാണ്. 32 ദിനരാത്രങ്ങൾ പൊരി വെയിലത്തും പെരുമഴയത്ത് ഇരുന്നൊരു തപസ് പോലെ തന്നെയാണ്. ഇതിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആശമാരെയൊക്കെ ആറ്റുകാലമ്മ മനം നിറഞ്ഞ് അനുഗ്രഹിക്കും. പൊങ്കാല വിഭവങ്ങൾ തയ്യാറായപ്പോഴേക്കും പിന്തുണയുമായി സുരേഷ് ഗോപി എത്തി. ലോകത്തുള്ള ഓരോ വീട്ടിലെയും മക്കളുടെ നല്ല അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഹകരണ ഫെഡറലിസത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സമഗ്ര പരിഷ്കരണമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒറ്റ കാര്യം ചോദിക്കാം, എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ. അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? ആശമാർ ചർച്ചയ്ക്ക് വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും വിഷയത്തിൽ ആരും രാഷ്ട്രീയം കളിക്കരുതെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരം വ്യക്തമാക്കി. പിണറായി വിജയൻജിയോട് അവരെ ഒന്ന് വിളിക്കണം, അവരെ കൂടെ ചർച്ച തുടങ്ങണം. അവർ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സാണ്. അവരെ ഇങ്ങനെ വിടരുത്. അതുകൊണ്ട് അവരുടെ ഒരു ജെന്യുവിൻ ഗ്രീവൻസസ് സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാണ് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ വിളിച്ച് ഇന്ന് ഈ പൊങ്കാല ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ്. CM അവരെ വിളിക്കണം, പിണറായി വിജയൻ അവരെ വിളിച്ച് അവരിരുത്തി ചർച്ച ചെയ്യണം. ഈ 32 ദിവസം എൻ്റെ മനസ്സിൽ 32 ദിവസം ടു മെനിയാണ്. അത് ഒരു ദിവസം കൂടി ഇവരെ കൊണ്ട് ഇരുത്താൻ അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ജെന്യുവൻ റിക്വസ്റ്റ് അവരുടെ ബിഹാഫിൽ പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. അവരുടെ ഗ്രീവൻസസിനെ പറ്റി അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ജെന്യുവൻ ശ്രമം അവർ നടത്തണം. ജനം, തിരുവനന്തപുരം.